കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞ് വളർന്ന് ഏതെങ്കിലും നിലയിൽ വഴിതെറ്റി പോകുമ്പോഴല്ല ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. ഇത് ഖുർആനാണ്. എപ്പോഴാണ് ദുആ രക്കേണ്ടത്? സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിൽ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ദുആ ചെയ്യണം. അവൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ദുആ ചെയ്യണം. അല്ലെങ്കിൽ കല്യാണം കഴിച്ച ശേഷം കുട്ടിയാകുന്നതിന് മുമ്പ് ദുആ ചെയ്യണം. അതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം. ഹന്നാ ബീവി ഗർഭിണിയായി നടന്നു പോകുമ്പോ ഒരു തള്ള, ഒരു പക്ഷി, അത് കുഞ്ഞി പക്ഷിക്ക് അതിന്റെ ചുണ്ടുകൊണ്ട് എന്തോ കൊത്തി അതിന്റെ വായിൽ വെച്ചു കൊടുക്കുന്നു. ഹന്നാ ബീവി ആകട്ടെ മക്കളില്ല, ഇമ്രാന്റെ ഭാര്യയാണ്. ഇമ്രാന്റെ ഭാര്യ ഹന്നാ ബീവിക്ക് സന്താനങ്ങളില്ല. തള്ളപ്പക്ഷി കുഞ്ഞു പക്ഷിക്ക് എന്തോ ഭക്ഷണം പകുത്തു കൊടുക്കുന്നത് കണ്ടപ്പോ, പടച്ചോനെ ഒരു കുട്ടി എനിക്കുണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇതുപോലെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാമായിരുന്നല്ലോ എന്ന് മനസ്സിൽ ആഗ്രഹിച്ച് ദുആ ചെയ്തപ്പോ ഹന്നാ ബീവി ഗർഭിണിയായി. ഹന്നാ ബീവി ഗർഭിണിയാകുന്ന സമയത്താണ് ഗർഭസ്ഥ ശിശുവാകുന്ന ആ കുട്ടി ഏതാണെന്ന് പോലും അറിയാത്ത ഒരു ഘട്ടത്തിലാണ് ഹന്നാ ബീവി ദുആ ചെയ്തത്. അങ്ങനെയാണ് മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹു ഹന്നാ ബീവിക്ക് കൊടുത്തത്. ഹന്നാ ബീവി ആഗ്രഹിച്ചത് ബൈത്തുൽ മുഖദ്ദസിന്റെ പരിചാരകനായി ഒരു ആൺകുട്ടിയെയാണ്. പക്ഷെ അല്ലാഹു കൊടുത്തത് ബൈത്തുൽ മുഖദ്ദസിനകത്ത് പഠിക്കുന്ന വിമൻസ് കോളേജ്. ആ വിമൻസ് കോളേജ് എന്ന് പറയുന്ന ഇന്ന് ശിഹാബ് തങ്ങളുടെ പേരിൽ ചുണ്ടമ്പറ്റയിൽ ഇവിടെ സംവിധാനിച്ചിട്ടുള്ള ഒരു വിമൻസ് കോളേജ് പോലെ ബൈത്തുൽ മുഖദ്ദസിന്റെ മെഹ്റാബിനകത്ത് കൊണ്ടിരുത്തി ഹന്നാ ബീവിയുടെ അനുജത്തിയുടെ ഭർത്താവായ മറിയം ബീവിയുടെ ഉമ്മയുടെ അനുജത്തിയുടെ ഭർത്താവായ ബൈത്തുൽ മുഖദ്ദസിന്റെ ഇമാമും മുദർരിസുമായ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ശിക്ഷണത്തിൽ വളർന്നു വന്നു മഹദി മറിയം ബീവി റളിയല്ലാഹു അൻഹ. ആഗ്രഹം അല്ലാഹു തആല തട്ടിക്കളഞ്ഞില്ല. ഒരു ആൺകുട്ടിയാണെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിന്റെ ഖാദിമാക്കാമെന്ന് നിയ്യത്താക്കി ദുആ ചെയ്ത മറിയം ഹന്നാ ബീവിക്ക് ഒരു ആൺകുട്ടി അല്ലാഹു കൊടുത്തില്ല. പക്ഷേ അല്ലാഹു കൊടുത്ത പെൺകുട്ടിയെ ബൈത്തുൽ മുഖദ്ദസിന്റെ വിദ്യാർത്ഥിനിയാക്കി വിമൻസ് കോളേജ് പോലുള്ള കോളേജിൽ പഠിപ്പിച്ച് വഖഫലഹാ സക്കരിയ എന്നാണ് ഖുർആൻ പറഞ്ഞത്. വഖഫലഹാ സക്കരിയ, സക്കരിയ നബി അലൈഹിസ്സലാമിനെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഏൽപ്പിച്ചു. പിന്നെ കഫീൽ സക്കരിയ നബിയാണ്. ആ നിലയിൽ മറിയം ബീവി വളർന്നു വന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പാണ് ദുആ ചെയ്യേണ്ടത്. ഒരു ദിവസം മെഹ്റാബിനകത്ത് വന്നപ്പോ മറിയം ബീവി എന്ന തന്റെ ജ്യേഷ്ഠത്തിയുടെ മകളുടെ അഥവാ തന്റെ ശിഷ്യയായ മറിയം ബീവിയുടെ മുന്നിൽ ആ കാലഘട്ടത്തിൽ കിട്ടാത്ത ഏതോ സുന്ദരമായ പഴമിരിക്കുന്നത് കണ്ടപ്പോ എവിടെന്ന് കിട്ടി മോളെ എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇതെന്റെ പടച്ചവൻ എനിക്ക് തന്നതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ്. വിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാനിലാണ് സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ദുആ പഠിപ്പിക്കുന്നത് പടച്ച തമ്പുരാൻ. എപ്പോഴാണ് സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്? തന്റെ ശിഷ്യയായ തന്റെ ജേഷ്ഠത്തിയുടെ മകളായ ബൈത്തുൽ മുഖദ്ദസിന്റെ മെഹ്റാബിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിനിയായ മറിയം എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മുന്നിൽ ആ കാലഘട്ടത്തിൽ ആ സമയത്ത് കിട്ടാത്ത സുഭിക്ഷമായ പഴവർഗ്ഗങ്ങൾ കണ്ടപ്പോൾ പടച്ച തമ്പുരാന് തന്നതാണെന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ സക്കരിയ നബിയോട് പറയുന്ന ഘട്ടത്തിലാണ് ഹുനാലിക ദഅ സക്കരിയ റബ്ബാ. ഹുനാലിക സമയത്ത് അഥവാ തന്റെ പ്രിയപ്പെട്ട ശിഷ്യയായ മറിയം ബീവിയുടെ മുന്നിൽ സുഭിക്ഷമായ പഴവർഗ്ഗങ്ങൾ കണ്ടപ്പോൾ ഇതെന്റെ പടച്ചവൻ എനിക്ക് തന്നതാണെന്ന് പറഞ്ഞ മറിയം ബീവിയുടെ കറാമത്ത് കണ്ടപ്പോൾ സക്കരിയ റബ്ബാ, സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ് പടച്ചവനോട്. ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ. പടച്ചറബ്ബേ റബ്ബി ഹബ്ലി, നീ എനിക്ക് സമ്മാനമായി ഓശാരമായി തരണേ തമ്പുരാനെ. മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. പടച്ചവനെ നീ ദുആ ചെയ്യുന്നവന്റെ എല്ലാ സങ്കടങ്ങളും കേൾക്കുന്നവനാണ്. നിന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ സങ്കടങ്ങൾ കേൾക്കുന്നവനാണ്. മറയില്ലാതെ കേൾക്കുന്ന, കാതില്ലാതെ കേൾക്കുന്ന സമീആയ അല്ലാഹ്. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ, എനിക്ക് നീ ത്വയ്യിബത്തായ ഒരു സന്താനത്തെ തരണേ തമ്പുരാനെ.
എപ്പോഴാണ് ദുആ ചെയ്യേണ്ടത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ? ഗർഭിണിയാകുന്ന സമയത്താണ് ദുആരക്കേണ്ടത്. അല്ലാതെ പ്രസവിച്ച ശേഷം ആ കുഞ്ഞ് 5 വയസ്സ് കഴിഞ്ഞ് ആ കുട്ടിയെ മദ്രസയിലും സ്കൂളിലുമാക്കിയതിനു ശേഷം അവന്റെ മടപ്പ് അവളുടെ മടപ്പ് ശരിയല്ലെന്ന് കാണുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പള്ളിയിലെ ഉസ്താദിനോട് വന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല. നീ എത്ര കരഞ്ഞ് വിളിച്ചിട്ട് ദുആ ചെയ്താലും കാര്യമില്ല. എപ്പോഴാണ് ദുആരക്കേണ്ടതെന്നറിയോ പെങ്ങളെ? നിങ്ങൾക്കൊരു പക്ഷേ സാധിച്ചില്ല, നിങ്ങളുടെ മക്കൾക്ക് 40, 50, 30, 25 വയസ്സായിരിക്കാം. ഇനി നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, എടോ പൊന്നുമോനെ, എന്റെ പൊന്നുമോളെ, നിനക്കൊരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് നിനക്ക് നിന്റെ കുഞ്ഞിന് വേണ്ടി നീ ദുആ ചെയ്യണമെന്നാ ഖുർആൻ പഠിപ്പിച്ചത്. 80-ലധികം വരുന്ന വിമൻസ് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളിൽ നാളെയുടെ ഭാവി നമ്മൾ കാണുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ സന്താനങ്ങൾക്ക് വേണ്ടി ദുആ പഠിപ്പിക്കുന്നത് പ്രസവിക്കപ്പെടുന്നതിന് മുമ്പാണ്. സക്കരിയ നബി അലൈഹിസ്സലാം നെഞ്ച് പൊട്ടി അല്ലാഹുവിനോട് തേടുകയാണ്, റബ്ബി ഹബിലി മിൻ ലദുങ്ക ദുരിയതൻ ത്വയ്യിബാ. പടച്ചവനെ, പരിശുദ്ധമായ ത്വയ്യിബത്തായ ഒരു കുട്ടിയെ നീ എനിക്ക് തരണേ തമ്പുരാനെ. അല്ലാഹുവിനോട് ദുആ ചെയ്തത് പ്രസവിക്കുന്നതിന് മുമ്പാണ്. അന്നാ സമയത്ത് സക്കരിയ നബിയുടെ ഭാര്യയുടെ പ്രശ്നം എന്തെന്നറിയോ? സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണാണ്. മറ്റൊരു അധ്യായം മറിയമിൽ സക്കരിയ നബി ദുആ ചെയ്ത് പറയുന്നുണ്ട്, വംറഅതി ആഖിറ, എന്റെ പെണ്ണ് പ്രസവിക്കാത്ത പെണ്ണാണ്, എന്റെ പെണ്ണ് യൂട്രസ് ഇല്ലാത്ത പെണ്ണാണ്, എന്റെ ഭാര്യ പ്രസവിക്കില്ല, മച്ചിയാണ്, മലടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വഹനൽ അളവു മിന്നി വസ്തഅല റഅസു ശൈബാ, എന്റെ തലമുടിയെല്ലാം നരച്ചിട്ട് എന്റെ എല്ലെല്ലാം ഉരുമ്പി പോയിട്ട് എനിക്കൊന്ന് അറ്റ്ലീസ്റ്റ് എഴുന്നേറ്റ് നിൽക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല തമ്പുരാനെ. പക്ഷേ മറിയമിന് നീ കൊടുത്ത കറാമത്ത് കണ്ടപ്പോ, മറിയമിന് നീ കൊടുത്ത സൗഭാഗ്യങ്ങൾ കണ്ടപ്പോ, മറിയമിന് നീ കൊടുത്ത ബഹുമതി കണ്ടപ്പോ അല്ലാഹുവേ കൊതിച്ചു പോവുകയാണ്, ഒരു കുഞ്ഞെനിക്കുമുണ്ടെങ്കിലെന്ന്. ആ സമയത്ത് അതാ ആകാശലോകത്ത് നിന്ന് വിളി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സക്കരിയ നബി അല്ല വിളിക്കുകയാണ്, യാ സക്കരിയ, ഓ സക്കരിയ നബിയെ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? മുടി നരച്ചു പോയതല്ലേ? താടി രോമങ്ങൾ നരച്ചതല്ലേ? നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലുകൾ നുരുമ്പിപ്പോയതല്ലേ? നിങ്ങളുടെ ഭാര്യയുടെ പ്രശ്നം എന്താണ്? പ്രസവിക്കാത്ത പെണ്ണെന്നുള്ളതല്ലേ? നിങ്ങൾ മോഹിച്ചതൊരു ആൺകുട്ടിയല്ല, പെൺകുട്ടിയല്ല. നിങ്ങൾ കൊതിച്ചത് നിങ്ങൾക്കൊരു സന്താനം ഉണ്ടാകണമെന്നാണ്. മറിയം ബീവിക്ക് ഞാൻ കൊടുത്ത ബഹുമതി കണ്ടപ്പോ, മറിയം ബീവി എന്ന ആ മദ്രസയിലെ വിദ്യാർത്ഥിനിക്ക് ഞാൻ കൊടുത്ത പദവി കണ്ടപ്പോ, ഒരു കുട്ടി എനിക്കും ഉണ്ടായെങ്കിലെന്ന് കൊതിച്ചെങ്കിൽ സക്കരിയ നബിയെ, ഇതാ ഞാൻ നിങ്ങളോട് പറയുന്നു, മഹാനായ സക്കരിയ നബിയോട് അല്ലാഹു പറയുകയാണ്, ഇതാ നിങ്ങൾക്ക് ഞാൻ സന്തോഷത്തിന്റെ വർത്തമാന സുവിശേഷം തരികയാണ്. എങ്ങനെയാണ് സന്തോഷത്തിന്റെ വർത്തമാനം പറഞ്ഞതെന്നറിയോ? ഇന്നാനുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ, യഹ്യ എന്ന ഒരു മകനെ ഞാൻ നിങ്ങൾക്ക് ഇതാ തരാൻ പോവുകയാ. യഹ്യ എന്ന മകന്റെ പ്രത്യേകത അറിയോ? യഹ്യ എന്ന മകന് അള്ളാന്റെ ഹബീബിന്റെ അള്ളാഹുവിന്റെ പ്രവാചകനായി നബിയായി മാറുകയാ. മാത്രമല്ല, യഹ്യ എന്ന പ്രിയപ്പെട്ട പൊന്നുമോനെ സക്കരിയ നബിക്ക് അല്ലാഹു കൊടുത്തത് അത്ഭുതമല്ലേ? ആ യഹ്യ എന്ന പേര് ഇതിനു മുമ്പ് ദുനിയാവിൽ ഒരാർക്കും അല്ല കൊടുത്തിട്ടില്ല. ഒരു വാപ്പാടെ മനസ്സിൽ പോലും യഹ്യ എന്ന പേര് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു മകനെ അല്ലാഹു തആല സക്കരിയ നബിക്ക് കൊടുത്തെങ്കിൽ, എന്നെ കേൾക്കുന്ന ചുണ്ടമ്പറ്റയിലെ പ്രിയപ്പെട്ട പെങ്ങളെ, 80ഓളം വരുന്ന മദ്രസയിൽ പഠിക്കുന്ന, വിമൻസ് കോളേജിൽ പഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളുണ്ടല്ലോ, ആ മക്കളുടെ ഭാവിയല്ലേ നമ്മളുടെ പ്രതീക്ഷ. ആ മക്കളെ നന്നായി വരണമെന്നല്ലേ നമ്മൾ കൊതിക്കുന്നത്. ആ മക്കളോട് പറഞ്ഞു കൊടുക്കണം, കല്യാണത്തിന്റെ സന്തോഷത്തിന്റെ ദിവസത്തിലേക്ക് കടന്നു പോകുന്ന മക്കളോട് പറഞ്ഞു കൊടുക്കണം, കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനായ പൊന്നുമോനോട് പറഞ്ഞു കൊടുക്കണം, ഇടോ നീ കല്യാണം കഴിക്കുന്ന സമയം തന്നെ ദുആ ചെയ്യണം. നീ നിന്റെ ഭാര്യയുമായി ഊഷ്മളമായ ബന്ധത്തിൽ ഏർപ്പെടുമ്പോ തന്നെ ദുആ ചെയ്യണം. എന്താ? റബ്ബി ഹബിലി മിൻ ലദുങ്ക ദുരിയതൻ ത്വയ്യിബാ, പടച്ചവനെ, എനിക്ക് തരുന്ന സന്താനം എന്തായിരുന്നാലും നീ എനിക്കൊരു സന്താനത്തെ തരുമല്ലോ. ആ സന്താനം പരിശുദ്ധമാകണം തമ്പുരാനെ. കള്ളു കുടിക്കുന്നവനാകരുത്, പെണ്ണ് പിടിക്കുന്നവനാകരുത്, എംഡിഎം ഉപയോഗിക്കുന്നവനാകരുത്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് പൊന്നുമോള് അത് ദുരിയതൻ ത്വയ്യിബാ, പരിശുദ്ധമായൊരു കുഞ്ഞിനെ തരണേ തമ്പുരാനെ. അവിടെയാണ് ഒന്നാമത്തെ ദുആ.
നമ്മളൊക്കെ മക്കൾ നഷ്ടപ്പെട്ടു പോയതിനു ശേഷമാണ് ദ്വാരക്കുക. എത്ര സ്ഥലങ്ങളിലാണ് മക്കൾ പിഴച്ചു പോവുക. ഈ പറയപ്പെടുന്ന നമ്മൾ തേനും പാലും കൊടുത്ത് നിലത്തു വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞ് കാല് വളരുന്നോ, കൈ വളരുന്നോ, തല വളരുന്നോ എന്ന് നോക്കി നമ്മൾ വളർത്തി വലുതാക്കിയ ഈ പൊന്നുമക്കളുണ്ടല്ലോ, ഈ മക്കൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ചിലപ്പോ നമുക്കെതിരെ തിരിയും. ആയിരക്കണക്കിന് സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ ആമുഖമായി തന്നെ പറയുന്നു, കല്യാണം കഴിച്ച ഉടനെയോ ആ ഭാര്യ ഗർഭിണിയാകുന്ന സമയത്തോ ദ്വാരക്കണം, പടച്ചോനെ നീ എന്തായാലും എനിക്കൊരു സന്താനത്തെ തരുന്നുണ്ട്, ആ തരുന്ന സന്താനം ഹബിലി ദുര്രിയത്തൻ ത്വയ്യിബാ, പരിശുദ്ധമായ ഒരു കുട്ടിയാകണം. അതിന് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ചില ആളുകൾ വന്നിട്ട് പറയാറുണ്ട്, ഇപ്പോഴത്തെ മൊയ്ലാക്കന്മാരൊന്നും ശരിയല്ല, പണ്ടത്തെ മുസ്ലിയാക്കന്മാരൊക്കെ നല്ല ആളുകളായിരുന്നു. നബിയെ കണ്ടിട്ടില്ലേ? നബിയെ കണ്ടിട്ടുണ്ട്. അന്ന് നബിയുടെ പിന്നിൽ നിസ്കരിക്കുന്ന മഅ്മൂമിങ്ങളാരാ? ഇന്ന് പലരും പറയാറുണ്ട്, നബി നിസ്കരിക്കുമ്പോ അല്ലെങ്കിൽ നബിതങ്ങളുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു? ശരിയാണ്, അന്ന് നബി ഇമാമായിരുന്നപ്പോ പിന്നിലെ മാമൂമിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് ആയിരുന്നു റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് ആയിരുന്നു റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആയിരുന്നു റളിയല്ലാഹു അൻഹു. ചില ആളുകൾ പറയാണ്, അബൂബക്കർ തങ്ങളെ പോലെ എന്തുകൊണ്ട് മൊയ്ലിയാർക്കായി കൂടാ? അതെ, അബൂബക്കർ തങ്ങൾ ഇമാമായിരുന്നപ്പം മാമൂം ഉമറുൽ ഫാറൂഖ് ആയിരുന്നു. ഇന്ന് ഇമാമ് ശരിയല്ല എന്ന് പരാതി പറയുന്നത് എന്തുകൊണ്ടാ? മാമൂമിങ്ങളും അങ്ങനെ തന്നെ. നമ്മൾ പറയും, ഹാജർ ബീവിയുടെ ചരിത്രം കേട്ടിട്ട് എന്റെ ഭാര്യയ്ക്ക് ഹാജർ ആയിക്കൂടാ? മകനെ വിളിച്ചിട്ട് പറയാനടാ, ഇസ്മായിൽ നബിയുടെ കഥ നീ കേട്ടോ, നിനക്ക് എന്തുകൊണ്ട് ഇസ്മായിലിനെ പോലെ ആയിക്കൂടാ? ഞാൻ പറയുന്നു, നിങ്ങളുടെ ഭാര്യ എന്റെ ഭാര്യ ഹാജരാകണമെങ്കിൽ, നമ്മുടെ മക്കൾ ഇസ്മായിൽ ആകണമെങ്കിൽ എന്താ വേണ്ടത്? പറയ്. നമ്മുടെ ഭാര്യ ഹാജരാകണമെങ്കിൽ ഹമീദ് ഉസ്താദിന്റെ ഭാര്യയ്ക്ക് വലിയ അവാർഡൊക്കെ കിട്ടിയെന്ന് പറയുന്നു. നമ്മുടെ ഭാര്യ ഹാജർ ബീവി ആകണമെങ്കിൽ, നമ്മുടെ മക്കൾ ഇസ്മായിൽ ആകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പറയും. ഒരുപാട് പരതൊന്നും വേണ്ട, ഒറ്റ മറുപടി മതി. ഭാര്യ ഹാജരാവണോ, മകൻ ഇസ്മായിൽ ആകണോ, നമ്മൾ ഇബ്രാഹിം ആയാൽ മതി. നമ്മൾ ഇബ്രാഹിം ആകണം. നമ്മൾ ഇബ്രാഹിം നബി ആയാൽ ഭാര്യ ഹാജരാവും, ഭാര്യ ഹാജരായാൽ മകൻ ഇസ്മായിലാകും. അതിൽ യാതൊരു തർക്കവും ഇല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വൽ ബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു പറഞ്ഞതാണ്, ഫലപുഷ്ടിയുള്ള മണ്ണ് സമൃദ്ധമായതിനെ പുറപ്പെടുവിക്കും, എന്നാൽ ഊഷരഭൂമി ശുഷ്കമായതിനെ മാത്രമേ പുറപ്പെടുവിക്കുള്ളൂ. സാലിഹായ സന്താനങ്ങളെ കൊതിച്ചാൽ മാത്രം പോരാ, വാപ്പ സ്വാലിഹാകണം. ഇത് പ്രസവിച്ച സമയം മുതൽ ഹറാമുമായിട്ടാണ് മക്കൾക്ക് ബന്ധം, അല്ലേ? ചിന്തിച്ചു നോക്ക്, നമ്മളെ പിഴവ് എവിടെയാ സംഭവിച്ചത്? നമ്മൾ ബേസായിട്ട് നമ്മൾ ചിന്തിക്കണം. കിതാബുകളിൽ കാണാം, ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആ കുഞ്ഞിന്റെ വായിലേക്ക് സ്വാലിഹായ മനുഷ്യന്റെ വായിൽ വെച്ച് ചവച്ചരച്ച ഈത്തപ്പഴത്തിന്റെ ചാറ് കൊടുക്കണമെന്ന്. ഉസ്താദ് അങ്ങനെയല്ലേ? സാലിഹായ മനുഷ്യന്റെ വായിൽ, വാപ്പാടെ വായിൽ വെച്ച് ചവയ്ക്കണമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ചില വാപ്പന്മാര് ചവച്ച ചാരായം കുടഞ്ഞു പോരും. സാലിഹായ മനുഷ്യ ചുണ്ടമ്പറ്റയിൽ ഇല്ലെങ്കിൽ പെരിന്തൽമണ്ണ ഉള്ളെങ്കിൽ വണ്ടി വിളിച്ച് പെരിന്തൽമണ്ണ പോണം. എന്നിട്ട് സ്വാലിഹായ മനുഷ്യന്റെ വായിൽ വെച്ച് ചവച്ചിട്ട് അതിന്റെ നീര് കൊണ്ടുവന്ന് ആ ശിശുവിന്, നവജാത ശിശുവിന്റെ വായിൽ തൊട്ടുകൊടുക്കണം. ഇതൊക്കെ പറയുമ്പോ ഇപ്പോ ലൈവ് നിങ്ങൾ വെച്ചതാ. ഈ ലൈവിൽ ഇപ്പൊ കാണാം കുറെ കമന്റ് രാജാക്കന്മാരുണ്ട്, ഒരു പണിയില്ലാത്ത കുറെ കഴുതകൾ ഇങ്ങനെ ഇത് കമന്റ് എഴുതിക്കൊണ്ടിരിക്കുക. ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ ആചാരങ്ങളെയും ഇങ്ങനെ വെറുതെ അവനൊക്കെ ചാർജ് ചെയ്യുന്നതെന്ന് ഇതിനു വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അർഹിക്കുന്നതിന് അപ്പുറത്ത് അവഗണന കൊടുത്തിട്ട് പുറങ്കാല് കൊണ്ട് കാലഘട്ടത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയെറിയാണ് ഈ പറയപ്പെടുന്ന സാധനങ്ങളെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇസ്ലാമിന്റെ സംസ്കാരം മുസ്ലിമീങ്ങൾ
മുസ്ലിമീങ്ങളോടാ പറയുന്നത്. പിന്നെ ഇതിനാ ലൈവ് എന്ന് ചോദിച്ചാൽ വിദേശ രാജ്യത്തും സ്വദേശത്ത് പല ഭാഗങ്ങളിലും ഇരുന്ന് ഒരു അറിവ് കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം സമുദായത്തോടുള്ള നമ്മുടെ സംബോധനയാണ് ഈ ലൈവിലൂടെ കേൾക്കുന്നത്. അല്ലാതെ ഞങ്ങളുടെ സംസ്കാരവും ഞങ്ങളുടെ മതത്തിന്റെ ആചാരങ്ങളെയും ഏതെങ്കിലും നിരീശ്വരവാദികൾക്ക് കിണ്ടാനുള്ളതാണെന്ന് ആരും കരുതണ്ട. അതുകൊണ്ട് ഞാൻ പറയുന്നു, സ്വാലിഹായ മനുഷ്യന്റെ വായിൽ വെച്ച് ചവച്ചരച്ച ഈത്തപ്പഴത്തിന്റെ ചാറ് കൊടുക്കണം. ആ കുഞ്ഞ് അങ്ങനെ വരുള്ളൂ. ഹജ്ജാജ് ബിൻ യൂസുഫ് വലിയ അക്രമിയാണ്. ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ ചരിത്രത്തിൽ കൊലയല്ലാതെ വേറൊന്നുമില്ല. ഇത്രയും കൊലയോട് കൂറുള്ള ഒരു മനുഷ്യനെ ലോകത്ത് കാണാൻ കഴിയില്ല. ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ ചരിത്രം പറയുന്നത്, അയാളെ ഉമ്മ പ്രസവിച്ച സമയത്ത് തൊട്ടുകൊടുക്കാൻ ഒന്നുമില്ലാത്തതിന്റെ പേരില് ആടിനെ അറുത്തിട്ട് അതിന്റെ ഒരു തുള്ളി രക്തം അതിന്റെ ചുണ്ടിലേക്ക് ഇറ്റിച്ചു കൊടുത്തു എന്നാണ് ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ ചുണ്ടിലേക്ക് ആടിനെ അറുത്തിട്ട് അതിന്റെ ഒരു തുള്ളി രക്തം ഇറ്റിച്ചു കൊടുത്തപ്പോ പ്രസവിച്ച ഉടനെ കിട്ടിയത് രക്തമാണ്. പിന്നീട് വളർന്നു വന്നപ്പോഴൊക്കെയും പിന്നെ രക്തത്തോട് വല്ലാത്ത കൂറായി. നമ്മൾ ആദ്യം കൊടുക്കുന്നത് വലിയ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പ ഇബ്രാഹിമായാൽ ഭാര്യ ഹാജറാകും, ഭാര്യ ഹാജറായാൽ മകൻ ഇസ്മായിലാകും. അതുകൊണ്ട് മക്കൾ ദുരിയത്തം തൊയ്യബത്താകണമെന്ന് ആഗ്രഹിക്കുമ്പോഴും നമ്മൾ സാലിഹീങ്ങളാകാൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ദുആ ചെയ്യേണ്ട ഒന്നാമത്തെ രീതി ഖുർആൻ പഠിപ്പിച്ചത് സൂറത്തു ആലി ഇംറാനിലാണ്. പ്രസവിക്കുന്നതിന് മുമ്പ് ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞ് നല്ല കുട്ടിയാകാൻ വേണ്ടിയിട്ട് ദ്വാരക്കുക. ഇനി രണ്ട് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അഹ്ഖാഫിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. സന്താനത്തിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ദുആ എങ്ങനെയാകണമെന്നറിയോ? വഅസ്ലിഹ് ലീ ഫീ ദുരിയതി ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ നിനക്കുണ്ടാകുന്ന സന്താനത്തിന് വേണ്ടി ദുആ ചെയ്യേണ്ട രീതി പഠിപ്പിച്ചത്. പ്രസവിച്ച ഉടനെ ദ്വാരക്കണം, അല്ലാഹുവേ എന്റെ കുട്ടിയെ നീ സ്വാലിഹാക്കണേ അല്ലാഹ്. വഅസ്ലിഹ് ലീ ഫീ ദുരിയതി, പടച്ചവനെ എന്റെ സന്താനങ്ങളിൽ എന്റെ പരമ്പരകളിൽ നീ സാലിഹീങ്ങളെ സമ്മാനിക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സന്താനങ്ങൾ സാലിഹീങ്ങളല്ലെങ്കിൽ വല്ലാത്ത സങ്കടമാണ്. മക്കളെ കൊണ്ട് പൊറുതിമുട്ടുന്ന എത്രയോ പേരുണ്ട്. മക്കളെ കൊണ്ട് കണ്ണീരും കയ്യിലുമായ എത്രയോ സഹോദരങ്ങളുണ്ട്. പഠിക്കാൻ മദ്രസയിൽ ഹിഫ്ള് കോളേജിൽ കൊണ്ടുവന്നാക്കിയ പൊന്നുമോൻ, ആ പൊന്നുമോന് പിഴച്ചു പോയതിന്റെ പേരില്, ആ പൊന്നുമോന്റെ ബാഗിനകത്ത് കഞ്ചാവും എംഡിഎമ്മും കണ്ടതിന്റെ പേരില് ഒരു ഉമ്മയുടെ നൊമ്പര കാഴ്ച നമ്മൾ പലരും കണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ചിത്രമുണ്ട് നമ്മുടെ മനസ്സിൽ. തന്റെ പ്രിയപ്പെട്ട മകന് ഭർത്താവില്ലാത്ത പെങ്ങളാണ്, വേറെ മക്കളൊന്നുമില്ല. ആകെ കിട്ടിയതൊരു പുണ്ടരിയാണ്, പൊന്നുമോനാണ്. ആ മോനെ നന്നായിട്ട് പഠിക്കാൻ കൊണ്ടുവന്ന ഹിഫ്ള് കോളേജിലാക്കി. പക്ഷേ എവിടെയോ വെച്ച് ആ മകൻ വഴിത്തിരിഞ്ഞു പോയി. ആ മകൻ പിന്നീട് ആ ഉമ്മയുടെ ശരീരത്തിൽ കടന്നു പിടിക്കുന്ന കോലത്തില്, ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ശരീരത്തിലേക്ക് കടന്നു പിടിക്കുന്ന കോലത്തില് മദ്യത്തിന് ഇരയായി പോയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക്. എങ്ങനെയാണ് ആ ഉമ്മ സഹിക്കുക? ആ ഉമ്മ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പൊട്ടിക്കരയുകയാണ്. ആ ഉമ്മയുടെ നൊമ്പരം നമ്മുടെ നൊമ്പരമല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കള് നാളെ നമ്മുടെ നേരെ തിരിയുന്നൊരവസ്ഥ ഉണ്ടായി പോയ ഉമ്മ ഏതാണ്, പെങ്ങളേതാണ്, ഭാര്യ ഏതാണ്, മകളേതാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ മദ്യം ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാ. സുന്ദരമായൊരു നാടുണ്ടായിരുന്നു, നമുക്കറിയുമല്ലോ പ്രിയപ്പെട്ടവരെ. 11ഓളം ദ്വീപുകളിലാണ് മനുഷ്യവാസമുള്ളത്. അവിടെ കാക്കകളില്ല, അവിടെ കുറുക്കനില്ല, നായകളില്ല, അവിടെ കള്ളില്ല, വ്യഭിചാരമില്ല. എല്ലാ അർത്ഥത്തിലും മനോഹരമായിരുന്ന ലക്ഷദ്വീപിന്റെ തെരുവുകളില് ഇന്ന് മദ്യമൊഴുക്കിയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത സമയത്ത് നമ്മൾ വായിച്ച എല്ലാ വായനകളും എല്ലാ ചിത്രങ്ങളും നമ്മുടെ മുന്നിലേക്ക് വിളിച്ചു പറയുന്നത്, ഉമ്മാന്റെ തലക്കടിച്ച മകൻ എങ്ങനെയാണ് മദ്യപാനിയായിരുന്നു, വാപ്പാന്റെ കഴുത്ത് മുറിച്ചവൻ എങ്ങനെയാണ് മദ്യപാനിയായിരുന്നു, എത്രയോ പെൺകുട്ടികളെ കൊന്നുകളഞ്ഞ, ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത എത്രയോ ചെറുപ്പക്കാരന്റെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോ മദ്യലഹരിയായിരുന്നു. അങ്ങനെ നമ്മുടെ പൊന്നുമക്കളും മദ്യത്തിലേക്ക് പോകുമ്പോ ഒരു 10 വർഷം മുമ്പ് ചുണ്ടമ്പറ്റയില് പ്രസംഗിക്കേണ്ടി വന്നിരുന്നെങ്കിൽ ഇവിടെ പ്രസംഗിക്കേണ്ട ഏറ്റവും പ്രധാനമായ ഭാഗം ചെറുപ്പക്കാരാ, കള്ളു കുടിക്കല്ല ചെറുപ്പക്കാരാ,
കള്ളു കുടിക്കല്ല ചെറുപ്പക്കാരാ എന്നായിരുന്നിട്ടുണ്ട്. പക്ഷേ ഈ 2024 ഡിസംബർ മാസത്തില് ഇതേ ചുണ്ടമ്പട്ടയില് പ്രസംഗിക്കുമ്പോ ലോകത്തുള്ള മുഴുവൻ മുസ്ലിം സഹോദരിമാരോടും വേദനയോടെ പങ്കുവെക്കുകയാ. ഈ സമുദായത്തിന്റെ തട്ടമിട്ട പൊന്നുമക്കള്, സമുദായത്തിന്റെ തട്ടമിട്ട മുസ്ലിം പെൺകുട്ടികള്, സുന്ദരി കുട്ടികളായ ഈ സമുദായത്തിന്റെ ചെറുപ്പക്കാരുടെ പൊന്നുമക്കളുണ്ടല്ലോ, 14, 15, 16 വയസ്സുള്ള പെൺമക്കള്, കോളേജ് ക്യാമ്പസുകളിൽ പോകുന്ന പെൺകുട്ടികൾ പോലും മദ്യത്തിനിരകളാണ്, അവര് എംഡിഎമ്മിനെതിരകളാണ്, അവര് കഞ്ചാവ് വലിക്കുന്നവരാണ്. ഇത് കള്ളം പറയുന്നതല്ല, വാറോലകളിൽ വന്നതല്ല, വളരെ വ്യക്തമായി എല്ലാ നാടുകളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്റെ ഈ സമുദായത്തിന്റെ പെങ്ങന്മാർക്ക് എന്തുപറ്റി, നമ്മുടെ പെൺകുട്ടികൾക്ക് എന്തുപറ്റി? അതുകൊണ്ടാണ് ഇവിടെ ശിഹാബ് തങ്ങളുടെ പേരിൽ ഒരു വിമൻസ് കോളേജ് ഉണ്ടാകുമ്പോ ഇവിടെ പഠിക്കുന്ന 80-ലധികം 90 താഴെയുള്ള പെൺകുട്ടികൾ സുരക്ഷിതരായത് എന്തുകൊണ്ടാ? ഇവിടെ സഹോദരങ്ങളെ മദ്യം കടന്നു വരുന്നില്ല, ഇവിടെ കഞ്ചാവ് കടന്നു വരുന്നില്ല. അവിടെയാണ് ഈ കോളേജിന്റെ ചാച്ചുല്യത. ഇതിന്റെ ഏറ്റവും നല്ല മനോഹരമായ ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം പൂവണിയുന്നത് അവിടെയാണ്. അതുകൊണ്ട് ഈ സമുദായത്തിന്റെ പെൺകുട്ടികൾ പോലും 14 വയസ്സുള്ള പെൺകുട്ടികൾ പോലും മദ്യത്തിന്റെ പിന്നാലെ പോകുമ്പോ വാപ്പയോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മയോട് പറയാനുള്ളത്, ഏത് ഉസ്താദ് ദ്വാരക്കുന്നതിനേക്കാൾ, ഏത് പ്രഭാഷകന്റെ പ്രസംഗത്തെക്കാൾ, ഏത് സയ്യിദിന്റെ പ്രസംഗത്തെക്കാൾ ദുആയേക്കാൾ ഏറ്റവും കാതലായ ദുആ വാപ്പയുടെ ദുആയാണ്, ഉമ്മയുടെ ദുആയാണ്. നൊന്ത് പ്രസവിച്ച ഉമ്മയുടെ പ്രാർത്ഥനയോളം ലോകത്തൊരു പെണ്ണിന്റെ പ്രാർത്ഥന വരൂല. കഷ്ടപ്പെട്ട് വളർത്തിയ, ചോര നീരാക്കി വളർത്തിയ, രക്തം വിയർപ്പ് കണങ്ങളാക്കിയിട്ട് പാടത്ത് പണിയെടുത്ത് ചൂട് സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് വെന്തുരുകി പണിയെടുക്കുന്ന വാപ്പാന്റെ ഉള്ളറിഞ്ഞുള്ള പ്രാർത്ഥന പള്ളിയിലെ അഴ്സരി ഉസ്താദിന്റെ പ്രാർത്ഥനയോളം പ്രാർത്ഥനയേക്കാൾ വലുതാണ്. വാപ്പയുടെ പ്രാർത്ഥന പ്രസംഗിക്കാൻ വരുന്ന പ്രഭാഷകനേക്കാൾ വലുതാണ്. ആ വാപ്പയോട് എനിക്ക് പങ്കുവെക്കാനുള്ളത് രണ്ടാമത്തെ പ്രാർത്ഥന ഖുർആൻ പറയുന്നത്, പടച്ചവനെ എന്റെ പ്രിയപ്പെട്ട സന്താനങ്ങളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കള് സാലിഹീങ്ങളായില്ലെങ്കിൽ കരയേണ്ടി വരും. സഹോദരിമാരെ ചിന്തിക്കുന്നതും മരിച്ചാ തീരൂലേ ഉസ്താദേ? തീരൂല, മരിച്ചാലും തീരൂല. ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം എന്താണ്? ഈ ഭൂമിയിലെ ഓരോ അനക്കമടക്കങ്ങള്, ചലന നിശ്ചലനങ്ങള്, ഗതിവിഗതികള് ഒരു മലക്ക് ഖബറിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുമെന്നല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. കിതാബ് റൂഹിലുണ്ട്, കിതാബ് റൂഹിലുണ്ട്. വിവരം കെട്ടവർ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നമ്മൾ വിശ്വസിക്കണ്ട. കിതാബ് റൂഹുണ്ട്. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം, ഇവിടെ വിവരമുള്ളവരുണ്ട്. ഒരാള് മരിച്ചുപോയാൽ ആ മരിച്ച മയ്യത്തെടുത്ത് ഖബറിലേക്ക് വെച്ചാൽ ആ മയ്യത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് മുഖ്ബിറെ സ്വാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി, ആ മനുഷ്യന്റെ പ്രിയപ്പെട്ട മകനോ മകളോ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അവരുടെ ഉദ്ദേശം പോലെ മക്കളും നന്നാകിട്ട് ഇവിടെ ജീവിച്ചാൽ, ഇവിടെ ജീവിക്കുന്നത് വാപ്പാന്റെ സ്വപ്നം പോലെ, വാപ്പ പഠിപ്പിച്ചതുപോലെ, വാപ്പയുടെ ലക്ഷ്യം പോലെ, വാപ്പയുടെ സ്വപ്നം പോലെ, വാപ്പയുടെ ആഗ്രഹം പോലെ മകനോ മകളോ ഭൂമിയിൽ ജീവിക്കുന്നത് കാണുമ്പോ ഖബറിൽ കിടന്ന് വാപ്പയും ഉമ്മയും സന്തോഷിക്കുകയാണ്. ഇനി അതല്ല, വാപ്പയുടെ സംസ്കാരത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടൊരു പെണ്ണിന്റെ ജീവിതമാണ് ഭൂമിയിലെങ്കിൽ ഖബറിൽ കിടന്നുകൊണ്ട് അവർ ദുആ ചെയ്യും. എങ്ങനെയാണെന്നറിയോ? അല്ലാഹുമ്മ ലാ തുമിത്തുഹും ഹത്താ തഹദീഹിം കമാ ഹദൈതനാ. പടച്ചവനെ, ഞങ്ങളെ നേർമാർഗത്തിലാക്കിയതുപോലെ എന്റെ സന്താനങ്ങളെ കൂടി നേർമാർഗത്തിലാക്കാതെ അവരെ മരിപ്പിക്കല്ലേ അല്ലാ. 6 അടി മണ്ണിനടിയിൽ, പള്ളിക്കാട്ടിലെ മൈലാഞ്ചി ചുവട്ടില്, മീസാങ്കല്ലിന്റെ അടിയില്, 6 അടി മണ്ണിനടിയില്, പലകയുടെ അടിയിലെ നിശബ്ദമായ കുറ്റുരുട്ടിൽ കിടന്ന് നിന്റെ വാപ്പ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. റബ്ബേ, എന്റെ മകനെ നന്നാക്കണേ അല്ലാ. മരിച്ചാൽ നമ്മൾ ഇതെല്ലാം മറക്കുമെന്ന് ചിന്തിക്കല്ല പെങ്ങളെ. ഖബറി കിടന്നിട്ട് നമ്മൾ കാണേണ്ടി വരും മക്കള് പുറത്ത് കാണിക്കുന്ന കോമാളിത്തരങ്ങൾ. തീരുന്നില്ല. നാളെ ആഖിറത്തിലേക്ക് പോകുമ്പോ സിറാത്ത് പാലത്തിന്റെ മുമ്പിൽ വെച്ച് ഈ മക്കൾ അല്ലാഹുവിനോട് പറയും, റബ്ബനാ വആതിഹിം ളൈഫൈനി മിനൽ അദാബ്. പടച്ചവനെ, ഞങ്ങൾക്ക്
ശിക്ഷ നീ വാപ്പാക്ക് കൊടുക്കണേ അല്ലാ, ഉമ്മാക്ക് കൊടുക്കണേ അല്ലാ. എന്റെ പെങ്ങളെ ഉണർന്നെന്ന് ചിന്തിക്ക് പെങ്ങളെ. ഓൺലൈനിന്റെ മുമ്പിലിരുന്ന് സമയം കളയല്ലേ, ഓൺലൈനിന്റെ മുമ്പിലിരുന്ന് സമയം കളയല്ലേ, ചാനലുകളുടെ മുമ്പിലിരുന്ന് സമയം കളയല്ലേ. അള്ളാഹുവിന്റെ ദീന് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് വരദാനമായി പടച്ചോൻ തന്ന ഗിഫ്റ്റ്, സമ്മാനം. എവിടെ മക്കളെ കൊടുക്കുന്ന വിഷയമല്ല പറഞ്ഞാലും ഹബിലി ഹബിലി. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഹിബത്ത് എന്നാണ് സന്താനങ്ങൾ, ഗിഫ്റ്റ് എന്നാണ് സംഭാവന. അല്ലാഹുവിന്റെ സംഭാവന ഇത് ഗിഫ്റ്റാണ്. യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസബ്ബിജുഹും ദുക്റാനം വഇനാസ വയജഅലു മൻ യശാഉ അഖീമാ. വിശുദ്ധ ഖുർആൻ പറയുന്നതാണ് യഹബു ലിമൻ യശാഉ ഇനാസ. ചിലർക്ക് അല്ലാഹു പെൺമക്കളെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ഹിബത്ത്, ഹിബത്ത്. യഹബു എന്ന് പറഞ്ഞാൽ ഹിബത്ത്, ഗിഫ്റ്റ്, സമ്മാനം, സംഭാവന. അല്ലാഹു തന്ന സമ്മാനമാണിത്. ആ സമ്മാനമായി നമുക്ക് കിട്ടിയ പൊന്നുമക്കളെ സാലിഹീങ്ങളാക്കി വളർത്തണം.